അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ. അപ്പവും ഗ്രീൻ പീസ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് പിന്നെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ അപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ഈസ്റ്റും സോഡാപ്പൊടിയും ഒക്കെ ഇടുന്നത് ഇഷ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിൽ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ഇടാതെ വേറൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് പൊങ്ങാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള നല്ലൊരു ഈസി റെസിപ്പിയാണ് ഗ്രീൻ പീസ് കറീൻ്റെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മളെല്ലാവരും വീട്ടിലുള്ള റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. അപ്പോൾ പിന്നെ ഞാനിത് കഴുകിയിട്ടില്ല കേട്ടോ, കഴുകിക്കാണ്ടാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. അതേ കപ്പ് തന്നെ 1 കപ്പ് ചോറും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പിന് 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും, അതാണ് നല്ല കണക്ക് കേട്ടോ. അതിൽ കൂടാനും കുറയാനും ഒന്നുമില്ല. നമുക്ക് റേഷൻ കടയിലത്തെ ചോറ്, അരിൻ്റെ ചോറ് ആണെങ്കിലോ മട്ടരിൻ്റെ ചോറ് ആണെങ്കിലും ഏത് ചോറ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചേർക്കട്ടെ. ഞാനിപ്പോൾ നമ്മൾ സാധാ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അരിൻ്റെ ചോറ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കട്ടെ. അത് 1 പ്രാവശ്യമായിട്ടോ 2 പ്രാവശ്യമായിട്ടൊക്കെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ 2 കപ്പ് അരിയല്ലേ ഉള്ളത്, ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. നല്ലോണം പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിനാണ് അരച്ചെടുക്കേണ്ടത്. ഇതിലും കൂടുതൽ കട്ടിയും കൂടുതൽ പിന്നെ ലൂസും ആവാൻ നിൽക്കണ്ട. നമുക്ക് നല്ലോണം കട്ടി ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച മിക്സിൻ്റെ ജാറിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ അരിൻ്റെ മാവുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ ഇനിയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ട്രിക്ക് പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ ക്ലോത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാ ഉലുവ, അത് വേവിച്ചതൊന്നുമല്ല, നമ്മൾ സാധാ ഉലുവ എടുത്തുക്കാണ്ട് ഒരു കോട്ടൻ്റെ ക്ലോത്തൊക്കെ ഇട്ടുക്കാണ്ട് ഒന്ന് കിഴി കെട്ടിയിട്ട് ഈ അരിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുക്കാനാണ് പോണത്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അരിൻ്റെ മാവുക്ക് ഉലുവ ഇട്ട് കൊടുക്കട്ടെ. പക്ഷേ നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ മൊത്തം ഉലുവ ഇക്കാരം, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് കിഴി കെട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കണത് കേട്ടോ. ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, രാവിലെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിഴി എടുത്തുക്കാണ്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതിന് മാവ് നല്ലോണം പാകത്തിന് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ലോണം താഴ്ത്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ എന്താ, നമ്മൾ എടുക്കുന്ന ക്ലോത്ത് നല്ലോണം വൃത്തിയുള്ള നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ക്ലോത്ത് തന്നെ ആയിരിക്കണം, കോട്ടൻ്റെ ക്ലോത്തും ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലേ നമുക്ക് അതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വരുള്ളൂ കേട്ടോ, നമുക്ക് പൊങ്ങി കിട്ടാനുള്ള. അപ്പോൾ അതവിടെ ഒരു ഭാഗത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 2 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇത് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ബിഗിനേഴ്സായ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അപ്പോൾ ഞാനിത് ഗ്രീൻ പീസൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3 സാധനം മാത്രം മതിയിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടെ. ഞാൻ താളിക്കണ നേരത്താണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഇത്ര സാധനങ്ങൾ മാത്രം മതി. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ആ സാധനത്തിൻ്റെ ഗരം മസാല ഒന്നും ആവശ്യമില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിക്കാറട്ടെ ഈ കറി. ഒത്തിരി വെള്ളത്തിൻ്റെ കുറവും കൂടി ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് ഞാൻ എൻ്റെ കുക്കറിൽ വരുത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഓരോ കുക്കറിലും നമ്മൾ വെക്കുന്ന സാധനത്തിൻ്റെ വേവിനനുസരിച്ചിട്ടുള്ള ഇത് വ്യത്യാസമായിക്കാരം. അപ്പോൾ നമുക്കൊക്കെ അറിയില്ല നമ്മളെ കുക്കറിൽ എത്ര വിസിലടിച്ചാലാണ് വെന്ത് കിട്ടുക എന്നൊക്കെ. അപ്പോൾ അതവിടെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ നമ്മളെ മാവ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിൽ കിഴി കെട്ടിയിട്ടുള്ള
ഉലുവ എടുത്തിട്ട് ഒന്ന് ഒഴിവാക്കി കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഉലുവ ഒന്ന് തുറന്ന് നോക്കട്ടെ അപ്പോൾ എന്താ പാടെന്നുള്ളത്. അപ്പോൾ ഇതാ ഉലുവൊക്കെ നല്ല പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മാവും നല്ല അത്യാവശ്യത്തിന് പൊന്തി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇളക്കണം കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അതിൻ്റെ അത് ടെക്സ്ചറിനുള്ള വ്യത്യാസം ഉണ്ടാവില്ലേ, നമ്മൾ പൊന്തി വന്നിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ തലേ ദിവസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഓപ്ഷനിലാണ് കേട്ടോ. ചിലവർക്ക് പഞ്ചസാര ഇഷ്ടാവും, ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഡയബറ്റിക് അങ്ങനെയൊക്കെ ആയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര നമുക്ക് ഒഴിവാക്കി കൊടുക്കട്ടെ, പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നേരെ ഓരോന്നായിട്ട് അപ്പം ചുട്ടെടുക്കട്ടോ. ഞാൻ 2-3 അപ്പം ചുട്ടെടുത്തിക്കണം കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ആണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തോ ഒരു ഹാലിൽ ഇങ്ങനെ ചുട്ടെടുത്ത് പിന്നെ എനിക്ക് മനസ്സിലായത് ക്യാമറ ഓൺ ആയിട്ടില്ലല്ലോ എന്നുള്ളത്. പിന്നെ എന്നിട്ട് ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഒരു 1.5 തവീൻ്റെ അടുത്ത് ഞാൻ മാവ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളടുത്തുള്ള അപ്പച്ചട്ടീൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് കിട്ടും. അടിവശം ഒന്നും കരിഞ്ഞ് പോവുക ഒന്നുമില്ല, നല്ല തൂവെള്ള കളറിൽ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കട്ടോ. അപ്പോൾ ഞാനിത് ചുട്ടെടുക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എത്ര നേരം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ബാക്കിൽ കരിഞ്ഞ് പോവുക അങ്ങനെ അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ അപ്പമൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ തന്നെ ഇതാ നമ്മളെ ഗ്രീൻ പീസൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു കയ്യിലേറ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കട്ടോ. ഒരുപാടൊന്നും ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ആ വെളുത്തുള്ളിൻ്റെ അല്ലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക. സവാളൊക്കെ ഒന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക. അല്ലാതെ പേസ്റ്റ് രൂപത്തിൽ ആക്കരുത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾക്ക് ഇത് നല്ലോണം ഒന്ന് താളിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതൊരു പാത്രം വെച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഇട്ടെടുത്തിട്ട് ഇത് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം. വേറെ ഒരു ഓയിലിൽ താളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. എന്നിട്ട് ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ട് കരിവേപ്പിൻ്റെലും ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. ചുവന്ന മുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ചുവന്ന മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിക്കാരം. ഞാനത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. നമ്മൾ ഈ ബിഗ്നേഴ്സായ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ജോലിക്ക് പോകണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. എന്നാലും നമ്മൾ ഏതൊരു കൂട്ടുകാരി ചോദിച്ചിരുന്നു രാവിലെ അപ്പത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന കറി കാണിക്കുമെന്ന് കേട്ടോ. അപ്പോൾ ഒരു കറി ഇതാണ് കേട്ടോ, അത്രയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറീൻ്റെ റെസിപ്പിയും കൂടിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. കുറേ കൂട്ടുകാർ കണ്ട് അഭിപ്രായം പറയുന്നവരുണ്ട്. പക്ഷെ അത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും. എന്താ വെച്ചാൽ ആദ്യം തന്നെ ഒരു വിധി എഴുതും, ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, എങ്ങനെ ഉണ്ടാക്കി മുളകും പൊടി മല്ലിപ്പൊടി ഒന്നും ഇടാതെ എന്ത് കറിയാണ് അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രുചിൻ്റെ വ്യത്യാസം അതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള 100% ഉറപ്പ് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തേക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കി അപ്പം കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഒരുപാട് സ്നേഹത്തോടെ നൂറ തിരൂർ.